ജാസ്മിൻ വ്ളോഗിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ തന്നെ അടുപ്പ് കത്തിച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്ന് പെരുന്നാളാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പെരുന്നാളിൻ്റെ തലേത്തെ വിശേഷങ്ങളൊക്കെ വിട്ടില്ലേ. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ എല്ലാ സംഗതികളും ഒരുക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ടോ. ഇന്ന് പെരുന്നാൾ എല്ലാവരും പെരയിലും പെരുന്നാൾ അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരല്ലേ. നമ്മളും അതേപോലെയൊക്കെ തന്നെ രാത്രി എല്ലതും കുറേ കണ്ട് ഒരുക്കി വെക്കും. പിന്നെ നേരം വെളുത്തിട്ടുണ്ടെങ്കിലൊക്കെ പാടൊരു കപ കുപയിക്കാരും അപ്പോൾ അത് വിചാരിച്ചാണ്ട് അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ അടുക്കളയൊക്കെ അങ്ങോട്ട് വന്നാണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അടുപ്പ് അങ്ങോട്ട് കത്തിച്ചാണ്ട് ഒരടുപ്പത്തിൽ നമുക്ക് മന്തിൻ്റെ ചോറ് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അതങ്ങോട്ട് ഊറ്റിയാണ്ട് നമുക്ക് എടുത്തിട്ട് വേണം മന്തിയൊക്കെ ഉണ്ടാക്കണം. പിന്നെ പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം. അച്ഛനെ ഞാൻ പച്ചക്കറി ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചേക്കാറുണ്ട്. ഞാൻ മന്തി ഉണ്ടാക്കിയുള്ള പായസം ഉണ്ടാക്കിയില്ല, നിങ്ങൾ പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കിക്കോളി എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചി പച്ചക്കറി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ. അപ്പോൾ ഏത് ബിരിയാണി ഉണ്ടാക്കിയാലും അമ്മച്ചി ബിരിയാണി ഉണ്ടാക്കി ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചിനെ ബിരിയാണി ഉണ്ടാക്കാനുണ്ടാക്കി. നമ്മളിന്ന് പായസം ഉണ്ടാക്കുന്നത് അടപ്പായസമാണ്. ഒരു ചെമ്പ് അടപ്പായസം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളോട് പെരയൊക്കെ ഒരുപാട് ആൾക്കാർ പെരുന്നാൾക്ക് വരില്ല, കുടുംബക്കാരും ബന്ധുക്കാരും അവിടുന്ന് ഇവിടുന്ന് അയൽവക്കക്കാരൊക്കെ ആയിട്ട് എല്ലാവരും വരില്ല. അവർക്കൊക്കെ ഓരോ ക്ലാസ് അങ്ങോട്ട് കൊടുക്കണ്ടേ. അങ്ങനെ ഇമ്മച്ച് കൊണ്ടാട്ടത്തേക്കുള്ള കോയൊക്കെ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അയക്കുള്ള ഉള്ളിയൊക്കെ വാട്ടിങ്ങിട്ട് എടുക്കാറുണ്ടോ. ഞാൻ ഇങ്ങേപ്പുറത്ത് ഞാൻ മന്തി ഉണ്ടാക്കുന്ന തിരക്കാണ് കേട്ടോ. ഉണ്ടാക്കണതും പിടിച്ചിട്ടതൊന്നും ഞാൻ മുഴുവനായിട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഒക്കെ പാട് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഒരുപാട് സമയമാവില്ല. അത് വിചാരിച്ചാണ് അതിലൊന്നും ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ അത് മന്തിയൊക്കെ ഇവിടെ റെഡി കഴിഞ്ഞ് നമുക്ക് ദമ്മിടണം. അപ്പോൾ അയക്ക് ഞാൻ സണ്ണ് ലേസാണ് ഒഴിച്ച് കൊടുത്താൽ ആ പുക എല്ലായിടത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം മന്തിൻ്റെ അതേപോലെ നീക്കാരം. അപ്പം നമ്മളെ മന്തി കൊണ്ട് ദമ്മിട്ടാണ്ട് അടുപ്പത്തോടെ കിടക്കട്ടെ. നമുക്ക് തിന്നാൻ നേരത്തെ അങ്ങോട്ട് പൊട്ടിച്ച ഇമ്മച്ച് ഇവിടെ കൊണ്ടാട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ റെഡിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചോറ് തിളപ്പിച്ച് വെച്ചാണ്ട് പച്ചക്കറി ബിരിയാണി വെക്കണ്ടേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മൾ മന്തിയില്ലേ ഞാൻ അടുപ്പത്തുണ്ടാക്കി, ഞാൻ അടുപ്പത്ത് വെച്ച് കോയൊക്കെ പൊരിച്ചാണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കലേ. ഗ്യാസ് മതി നമ്മൾ പായസം ഉണ്ടാക്കിയില്ല. അപ്പോൾ അതാ നമ്മൾ ചോറ് പിന്നെ തിളപ്പിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്തൊക്കെ വെച്ചാലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഇനിയിപ്പോൾ ആ ചോറും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്നത്തെ പെരുന്നാൾക്കുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കൂടെ റെഡി ആയി എന്നാണ് പറയാം. അങ്ങനെ നമ്മളെ പച്ചക്കറി ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടി. ഇവിടെ ദമ്മൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മന്തിക്ക് ദമ്മിട്ടീന് അമ്മിക്കല്ലുണ്ടല്ലോ, അതും നമ്മൾ എടുത്താണ്ട് ഇതിമക്കാണ് വെച്ച് കൊടുക്കും. മന്തിയൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നേരമാണല്ലോ ദമ്മിടാൻ വേണ്ടി വെച്ചിട്ട് അതൊക്കെ ദമ്മായൊക്കെ ഉഷാറായി വന്നിട്ടോ. നമുക്ക് പച്ചക്കറി ബിരിയാണി കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്രോസ്റ്റ് പൊരിച്ചാണ്ട് പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ പായസമൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചൊക്കെ ചെയ്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പായസമൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം ഞാൻ കരുതി ഇതേപോലെ കുറച്ച് വത്തക്ക ജ്യൂസ് പാലാണ്ട് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിക്കാട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വരുന്നവർക്ക് മാണ്ടിയവർക്കൊക്കെ അതും കൊടുക്കല്ലോ. പിന്നെ ചോറൊന്നും പാലും മുന്നിക്കാട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും തിന്നൂല. ഇന്നലെ നോമ്പ് നോറ്റ് ക്ഷീണിച്ച പള്ളല്ലേ. ഇന്നിപ്പോൾ എല്ലാവരും പേരിലും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതൊന്നും ആരും തിന്നലും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വാണ്ടികൾക്ക് ഇതും കൊടുക്കാം, വാണ്ടികൾക്ക് പായസം കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബ്രോസ്റ്റിൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ബ്രോസ്റ്റ് പൊരിച്ചതൊക്കെ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബ്രോസ്റ്റ് പൊടി കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ബ്രോസ്റ്റ് പൊടിച്ചത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ തിരുമാളതൊക്കെ പാടത വാഷിംഗ് മെഷീനിൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇന്നിപ്പോൾ കല്ലുമലിട്ട് അടിച്ച് തീരുമാനമൊന്നും ഇപ്പോൾ നേരമില്ല. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ പായസം ഉണ്ടല്ലോ, അത് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിട്ടാണ് അന്ന് അങ്ങോട്ട് തൂമിച്ചെടുത്താണ് നമുക്ക് പായസത്തേക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പായസം അവിടെ റെഡി ആക്കിയിട്ട് ഇങ്ങേപ്പുറത്ത് നമ്മൾ ബ്രോസ്റ്റ് പൊരിച്ചിന തിരക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ബ്രോസ്റ്റ് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചിലപ്പോൾ പൊരിച്ചാൽ. അത് ചൂടോടൊക്കെ തിന്നുമ്പോഴല്ലേ അതിൻ്റെ രസം കിട്ടുക. അല്ലാതെ ചൂടാറിയിട്ട് ആദ്യം തന്നെ നമ്മളാണ് പൊരിച്ച് വെച്ചാണ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ അത് രസം കിട്ടൂലല്ലോ. ബ്രോസ്റ്റ് ആകുമ്പോൾ ചൂടോടൊക്കെ തിന്നണല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോയാണ്ട് അങ്ങോട്ട് തിന്നാണെങ്കിൽ നമ്മൾ ബ്രോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പം ഉണ്ടാക്കിയിട്ട് അവിടെ തരില്ലല്ലേ നമുക്ക്. അപ്പോൾ ആ ചൂടോടൊക്കെ തിന്നുമ്പോഴാണല്ലോ അതിൻ്റെ രസം മട്ടും ഉണ്ടാവുക. അപ്പോൾ പെരുന്നാൾ കുളിച്ചേച്ച് തിന്നാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ നമ്മൾ മന്തി കണ്ടില്ലെങ്കിൽ ഉഷാറായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. അപ്പോൾ ഞാൻ അതൊക്കെ നമ്മൾ വളമ്പിയൊക്കെ പള്ളി തിരിഞ്ഞാണ്ട് എല്ലാവരും വന്നൊക്കെ ചെയ്തിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തറവാട്ടുക്കും മുത്തച്ഛന്മാരോടൊക്കും അയലോക്കത്തുക്കും ഇനി പോലൊക്കെ ഇങ്ങോട്ട് വരുമൊക്കെ ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ തിന്നാണ്ട് പാത്രമൊക്കെ മൂരണ്ട് എടുത്ത് വെക്കട്ടെ. അങ്ങനെ നമ്മൾ ചോറൊക്കെ തിന്ന് പാത്രമൊക്കെ മോറിലൊക്കെ കഴിഞ്ഞ് അടിച്ചെടുക്കുന്ന തുടച്ചിട്ടപ്പോൾ നമ്മൾ പെരേന്ന് നമ്മളെ അങ്ങനത്തെ കുട്ടികളൊക്കെ വന്നിട്ടോ. ഇപ്പോൾ ഓൽക്കുള്ള പായസമൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാണ്. പിന്നെ ചോറൊന്നും ഓൽക്ക് വേണ്ടാന്ന് പറയുമ്പോൾ അതൊന്നും എടുത്ത് വെക്കാനാണ് ഒരുങ്ങിയില്ല കേട്ടോ. അപ്പോൾ ആ പായസം ഞാൻ അങ്ങോട്ട് ഓൽക്ക് കൊണ്ടുകൊടുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആർക്കും ചോറൊന്നും വേണ്ടി വരും. നാളെ എല്ലാവരും ഈ നോമ്പൊക്കെ നോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പെരുന്നാളാകുമ്പോൾ എല്ലായിടത്തും എല്ലാവരും വല്ലാത്തൊന്നും തിന്നാനൊന്നും ആർക്കും കഴിയൂല. അങ്ങനെ പായസമൊക്കെ കുടിച്ചാണ്ട് ഓല അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാനിട്ട് നമ്മൾ ആദ്യം പോലെ നമ്മളെ തറവാട്ടിക്കാണ്. എന്നിട്ടേ പിന്നെ നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ തറവാട്ടിക്കാണ് എത്തിയിട്ടോ. ഇവിടേക്ക് പിന്നെ എല്ലാവരും കൂടെ എത്തിട്ടോ. മുത്തച്ഛന്മാരും കുട്ടികളും എല്ലാവരും ഈ സമയമാകുമ്പോഴത്തേനും ഇങ്ങോട്ട് എത്തിയിട്ട് ഇവിടുന്ന് പായസമൊക്കെ കുടിച്ചിട്ടേ പിന്നെ എല്ലായിടത്തേക്കും അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.